കേരള PSC നടത്തുന്ന ഡിഗ്രി മെയിൻസ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് അഥവാ ഭരണഘടനാ ഭേദഗതികൾ. അപ്പോൾ നമ്മളിന്ന് അതിൽ കുറച്ച് നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ചില അമെൻമെൻറ്റിൻ്റെ നമ്പറുകളുണ്ട്. അപ്പോൾ അതനുസരിച്ച് സിലബസിലുള്ളത് മാത്രം നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോവുകയാണ്. എല്ലാവരും വീഡിയോ മുഴുവൻ കാണുക. ഓക്കെ, ആദ്യത്തേതെന്ന് പറയുന്നത് 42ാമത് ഭരണഘടനാ ഭേദഗതിയാണ്. ഇതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. 1976 ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്താണ് ഈ 42ാം ഭരണഘടനാ ഭേദഗതി നടക്കുന്നത്. ഇത് സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് ശുപാർശ ചെയ്തത്. നമ്മുടെ ആമുഖം ഭേദഗതി ചെയ്ത ഏക ഭരണഘടനാ ഭേദഗതിയും 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. സോഷ്യലിസ്റ്റ്, സെക്കുലാർ, ഇൻ്റഗ്രിറ്റി എന്നീ വാക്കുകൾ നമ്മുടെ ആമുഖത്തിലേക്ക് കൂട്ടിച്ചേർത്തത് 42ാം ഭരണഘടനാ ഭേദഗതി ഉപയോഗിച്ചാണ്. പിന്നെ ഭാഗം 4A 10 മൗലിക ചുമതലകൾ കൂട്ടിച്ചേർത്തു. അതായത് ഒരു പാർട്ട് 4A എന്ന് പറഞ്ഞൊരു സെക്ഷൻ വരികയും അതിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കൂട്ടിച്ചേർക്കുകയും ചെയ്തത് 42ാം ഭരണഘടനാ ഭേദഗതി വഴിയാണ്. അത് 1976 നടക്കുന്നത്. പിന്നെ ലോക്സഭയിലും സംസ്ഥാന നിയമനിർമ്മാണ സഭയിലെയും കാലാവധി 5 വർഷമായിരുന്നു. അത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 6 വർഷമാക്കി മാറ്റി. പിന്നെ 14A അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എന്നുള്ളൊരു ഷെഡ്യൂളും കൂടെ ആഡ് ചെയ്തു. ആ ഭാഗവും കൂടെ കൂട്ടിച്ചേർത്തു. ഷെഡ്യൂളല്ല, പാർട്ട്, അങ്ങനെ ഒരു ഭാഗവും കൂടെ കൂട്ടിച്ചേർത്തു കോൺസ്റ്റിറ്റ്യൂഷനിൽ. പിന്നെ ഇത് രാഷ്ട്രപതിക്കൊരു പ്രത്യേക തരത്തിലുള്ളൊരു അധികാരം നൽകി. ഇന്ത്യയിൽ എവിടെയും ഭരണഘടനാപരമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ളൊരു അധികാരം 42ാം ഭരണഘടനാ ഭേദഗതി രാഷ്ട്രപതിക്ക് നൽകി. പിന്നീടുള്ളൊരു പോയിൻ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റും കൺകറൻറ്റ് ലിസ്റ്റും. അതായത് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള 5 വിഷയങ്ങളെ കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റി. ആ 5 വിഷയങ്ങൾ എന്ന് പറയുന്നത് വിദ്യാഭ്യാസം, വനം, അളവ് തൂക്കം, പിന്നെ പക്ഷി വന്യജീവി സംരക്ഷണവും അതിന് പുറമെ നീതിന്യായ ഭരണം. ഈ 5 വിഷയങ്ങളെയാണ് 42ാം ഭരണഘടനാ ഭേദഗതി ഉപയോഗിച്ച് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത്. ഇത്രയാണ് 42ാം ഭരണഘടനാ ഭേദഗതിയെ പറ്റി പറയാനുള്ളത്. അടുത്തത് നമുക്ക് 44ാം ഭരണഘടനാ ഭേദഗതിയിലേക്ക് പോകാം. ഓക്കെ, 44ാം ഭരണഘടനാ ഭേദഗതിയാണ് പിന്നീട് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. അത് 1978 ജനതാ ഗവൺമെൻറ് ഭരിക്കുന്ന കാലത്താണ് 44ാം ഭരണഘടനാ ഭേദഗതി പ്രാബല്യത്തിൽ വരുന്നത്. ഇതിൽ സ്വത്തവകാശം എന്നുള്ളതൊരു ഭരണഘടനാപരമായിട്ടുള്ളൊരു മൗലികമായ അവകാശമായിരുന്നു. അതിനെ നിയമപരമായ അവകാശമാക്കിയതിനു ശേഷം ആർട്ടിക്കിൾ 300A അതിനെ മാറ്റി. ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളിൽ പെട്ടിരുന്ന സ്വത്തവകാശത്തെ ആർട്ടിക്കിൾ 300A എന്ന സെക്ഷനിലേക്ക് മാറ്റുകയും അതിനെ ഒരു നിയമപരമായ അവകാശമാക്കി മാറ്റുകയും ചെയ്തു. ഇത് 44ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് നടക്കുന്നത്. പിന്നീട് 352 ആർട്ടിക്കിൾ 352 എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി എന്നുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 352. അപ്പോൾ അതിൽ ആഭ്യന്തര കലാപം എന്നുണ്ടായിരുന്ന വാക്കുണ്ട്, ഒരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് അങ്ങനെ എന്താണ്. ആഭ്യന്തര കലാപം എന്ന് പറയുന്ന വാക്കിന് പകരം സായുധ വിപ്ലവം എന്ന വാക്ക് കൂട്ടിച്ചേർത്തു. ആഭ്യന്തര കലാപം എന്ന് പറഞ്ഞ വാക്കിന് പകരമാണ് സായുധ വിപ്ലവം എന്ന വാക്ക് കൂട്ടിച്ചേർക്കുന്നത്. പിന്നെ ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് ആർട്ടിക്കിൾ 20, 21 എന്നീ ആർട്ടിക്കിളുകൾ റദ്ദാക്കാൻ പാടില്ല എന്ന് നിയമം വന്നു. അതും 44ാം ഭരണഘടനാ ഭേദഗതിയുടെ കാലഘട്ടത്തിലായിരുന്നു. ഓക്കെ, ആർട്ടിക്കിൾ 352 അതായത് പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസിയിൽ ക്യാബിനറ്റ് എന്നുള്ളൊരു പദവും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ 44ാം ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായിട്ട് ആഭ്യന്തര കലാപം എന്ന വാക്ക് മാറി സായുധ വിപ്ലവം എന്ന ഒരു വാക്ക് കൂട്ടിച്ചേരുകയും പിന്നെ ക്യാബിനറ്റ് എന്ന വാക്ക് ആർട്ടിക്കിൾ 352 കൂട്ടിച്ചേർക്കുകയും ചെയ്തു. പിന്നെ ലോക്സഭ, സംസ്ഥാന നിയമനിർമ്മാണ സഭ എന്നിവരുടെ കാലാവധി 42ാം ഭേദഗതി ഉപയോഗിച്ച് അത് 6 വർഷം ആക്കിയിരുന്നു. അത് ഈ 44ാം ഭേദഗതി ഉപയോഗിച്ച് 6 വർഷം എന്നുള്ളത് തിരിച്ച് വീണ്ടും 5 വർഷമാക്കി. ഇതെല്ലാം ജനതാ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണ് നടക്കുന്നത്. ഓക്കെ, അടുത്ത ഭേദഗതിയിലേക്ക് പോകാം. അടുത്തത് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന 52ാം ഭേദഗതിയാണ്. 52ാം ഭേദഗതി രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിലാണ്. രാജീവ് ഗാന്ധിയും ഭരണഘടനാ ഭേദഗതിയും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത് ആൻറ്റി ഡിഫെക്ഷൻ എന്നുള്ളൊരു, അതായത് കൂറുമാറ്റ നിരോധന നിയമം. അപ്പം 52ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് കൂറുമാറ്റ നിരോധന നിയമം വരുന്നത്. അത് 1985 വരുന്നത്. കൂടാതെ ആൻറ്റി ഡിഫെക്ഷനെ പറ്റി പ്രതിപാദിക്കുന്ന 10ാമത്തെ പട്ടികയും 52ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തു. അടുത്തതായി സിലബസിൽ പറഞ്ഞിരിക്കുന്നത് 73ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഇത് PV നരസിംഹറാവുവിൻ്റെ പുള്ളി പ്രൈം മിനിസ്റ്ററായിട്ട് പ്രധാനമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടം 1992 73ാം ഭരണഘടനാ ഭേദഗതി. അതിലാണ് പഞ്ചായത്തി രാജ്, പിന്നെ പാർട്ട് 9
ഈ പാർട്ട് 9 പഞ്ചായത്ത് രാജ് ആഡ് ചെയ്യുന്നത് 73-ാം ഭരണഘടനാ ഭേദഗതി ഉപയോഗിച്ചാണ്. ഷെഡ്യൂൾ 11 ഈ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർന്നു. ഈ ഷെഡ്യൂൾ 11 നമ്മുടെ അഗ്രികൾച്ചർ, ആനിമൽ ഹസ്ബൻഡറി, എനർജി റിസോഴ്സസ്, ഫിഷറീസ്, സോഷ്യൽ ഫോറസ്ട്രി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഷെഡ്യൂൾ 11 പറഞ്ഞിരിക്കുന്നത്. ആ ഷെഡ്യൂൾ 11 ആഡ് ചെയ്യപ്പെട്ടത് 73-ാം ഭരണഘടനാ ഭേദഗതി 1992. ഓക്കെ, അടുത്തത് 74-ാം ഭരണഘടനാ ഭേദഗതിയാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. അതും PV നരസിംഹറാവു പ്രൈം മിനിസ്റ്റർ ആയിരുന്ന കാലഘട്ടത്താണ്. അപ്പം അത് 1995-ലാണ്. നഗരപാലിക നിയമം പിന്നെ പാർട്ട് 9A നഗരപാലിക നിയമം കൊണ്ടുവന്നതും 74-ാം ഭരണഘടനാ ഭേദഗതി ഉപയോഗിച്ചാണ്. ഇതുകൂടാതെ 12-ാം പട്ടിക കൂട്ടിച്ചേർത്തു. ഈ 12-ാം പട്ടികയിലാണ് അർബൻ പ്ലാനിങ്, അർബൻ ഫോറസ്ട്രി, റോഡ്സ്, ബ്രിഡ്ജസ്, ഫയർ സർവീസ് എന്നിവയൊക്കെ ഉൾപ്പെടുന്നതാണ് നമ്മുടെ 12-ാം പട്ടിക. അപ്പോൾ 12-ാം പട്ടിക കൂടിച്ചേരുകയും ഭാഗം 9A എന്നുള്ള ഭാഗം കൂടിച്ചേരുകയും ചെയ്തു. ഏതിലാണ്? 74-ാം ഭരണഘടനാ ഭേദഗതി 1995. അടുത്തതിലേക്ക് പോകാം. അടുത്തത് 86-ാം ഭരണഘടനാ ഭേദഗതിയാണ്. 86-ാം ഭരണഘടനാ ഭേദഗതി 2002 AB വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭരണഘടനാ ഭേദഗതിയാണ് 86-ാം ഭരണഘടനാ ഭേദഗതി. 6 മുതൽ 14 വയസ്സിനിടയിലുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്ന ഭരണഘടനാ ഭേദഗതിയാണ് ഈ 86-ാം ഭരണഘടനാ ഭേദഗതി. ഇതിൽ 21A എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിളും കൂടെ വന്നു. അതിനെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾ 51A, അതിലും ചെറിയൊരു ഭേദഗതി 86-ാം ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായിട്ട് ആർട്ടിക്കിൾ 51A ഭേദഗതി ചെയ്തു. അതിൽ 11-ാമതായി ഒരു മൗലിക കടമ കൂടി കൂട്ടിച്ചേർത്തു. 11-ാമതായിട്ട് കൂട്ടിച്ചേർത്ത മൗലിക കടമയാണ് ഈ കുട്ടികൾക്ക് 6 മുതൽ 14 വരെയുള്ള കുട്ടികളുടെ സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്നുള്ളത്. അത് ഒരു മൗലിക കടമയായിട്ട് ആർട്ടിക്കിൾ 51A എന്ന ഭാഗത്തിൽ കൂട്ടിച്ചേർത്തത്. അത് 86-ാം ഭരണഘടനാ ഭേദഗതി 2002 പ്രകാരമാണ്. അടുത്ത ആർട്ടിക്കിൾ 91-ാം ഭരണഘടനാ ഭേദഗതി. അത് 2003-ലാണ്. AB വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ആ ഭരണഘടനാ ഭേദഗതി പ്രാബല്യത്തിൽ വരുന്നത്. കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും മന്ത്രിമാരുടെ എണ്ണം അതോ സഭയുടെ 15% കൂടാൻ പാടില്ല. അതായത് നിയമസഭയിൽ ഇപ്പോൾ 140 ആണ്. അപ്പോൾ അതിൽ 15% കൂടാൻ പാടില്ല മന്ത്രിമാരുടെ എണ്ണം. പക്ഷേ സ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ അവരത് എടുത്ത് പറയുന്നുണ്ട്. 12 മന്ത്രിമാരിൽ കുറയാൻ പാടില്ല. 12 മന്ത്രിമാരിൽ കുറയാനും പാടില്ല എന്ന് സ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഇത് 91-ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ് ഇത് പറയുന്നത്. അടുത്തത് 97-ാം ഭരണഘടനാ ഭേദഗതിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2003-ലാണ് ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് 97-ാം ഭരണഘടനാ ഭേദഗതി ഭാഗം 9B കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നത് ചേർക്കപ്പെടുകയായിരുന്നു. ആർട്ടിക്കിൾ 43B കൂട്ടിച്ചേർത്തു. ആർട്ടിക്കിൾ 43B കൂട്ടിച്ചേർക്കുകയാണ് ഉണ്ടായത്. ഈ ആർട്ടിക്കിൾ 43B എന്ന് പറയുന്നത് പ്രൊമോഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. 97-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുന്നത് 2012 ജനുവരി 12-നാണ്. അടുത്തായിട്ട് 101-ാം ഭരണഘടനാ ഭേദഗതി. ഇത് വരുന്നത് 2016-ലാണ്. GST 122-ാമത് ഭരണഘടനാ ഭേദഗതി ബില്ല് ലോക്സഭയിൽ പാസ്സാക്കിയത് 2015 മെയ് 6-നാണ്. ഇത് ആദ്യമായിട്ട് ലോക്സഭയിൽ പാസ്സാക്കുന്നത്. GST ബില്ല് രാജ്യസഭ പാസ്സാക്കുന്നത് 2016 ഓഗസ്റ്റ് 3. അപ്പോൾ ഇത് ആദ്യമേ 2015 മെയ് 6-ന് പാസ്സാക്കിയിട്ട് പിന്നീട് അത് രാജ്യസഭയിൽ പാസ്സാക്കുമ്പോൾ ഒരുപാട് ഭേദഗതികൾ അതിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് വീണ്ടും അത് ലോക്സഭയിൽ ഭേദഗതികളോടെ 2016 ഓഗസ്റ്റ് 8-ന് വീണ്ടും പാസ്സാക്കുകയുണ്ടായി. അതിനുശേഷം GST ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2016 സെപ്റ്റംബർ 8-നാണ്. GST ബില്ല് നിലവിൽ വരുന്നത് 2017 ജൂലൈ 1-നാണ്. പിന്നെ GST ബില്ല് ആദ്യമായിട്ട് പാസ്സാക്കിയ സംസ്ഥാനം ആസാമാണ്, 2-ാമത് ബീഹാറാണ്, 16-ാമത് ഒഡീഷയാണ്. ഓക്കെ, നമുക്കതൊന്നുകൂടെ ഒന്ന് നോക്കാം. 101-ാം ഭരണഘടനാ ഭേദഗതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് GST ആയിട്ട് ബന്ധപ്പെട്ടുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അത് നടക്കുന്നതെന്ന് പറഞ്ഞാൽ 2016-ആണ് ഡേറ്റ്. അത് 122-ാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ലാണ് ഈ GSTയുടെ ബില്ല്. ലോക്സഭയിൽ ഈ ബില്ല് ആദ്യമേ പാസ്സാക്കിയത് 2015 മെയ് 6-നാണ്. പിന്നീടത് രാജ്യസഭയിൽ ഭേദഗതികളോടെ 2016 ഓഗസ്റ്റ് 3-ന് വീണ്ടും പാസ്സാക്കി. പിന്നെയും
വർക്കൊക്കെ ചെയ്തത്. വീണ്ടും അത് ലോക്സഭയിൽ ഭേദഗതികളോടെ അവസാനമായിട്ട് പാസ്സാക്കിയത് 2016 ഓഗസ്റ്റ് 8-നാണ്. അതിനുശേഷം GST ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2016 സെപ്റ്റംബർ 8-നാണ്. GST ബില്ല് നിലവിൽ വന്നത് 2017 ജൂലൈ 1-നാണ്. ഇതാദ്യമായി പാസ്സാക്കിയ സംസ്ഥാനം ആസാം, രണ്ടാമത് ബീഹാർ, 16-ാമത് ഒഡീഷ. ഇത് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. അടുത്തത് 102-ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. അത് 2018-ലാണ് 102-ാമത് ഭരണഘടനാ ഭേദഗതി. ഇതിലെ ദേശീയ പിന്നാക്ക കമ്മീഷൻ്റെ ഭരണഘടനാ പദവി, അതിനെപ്പറ്റിയാണ് ഈ 102-ാം ഭരണഘടനാ ഭേദഗതി പ്രതിപാദിക്കുന്നത്. അത് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്. അപ്പം അതിൽ പറയുന്നത് 123-ാമത്തെ ഭരണഘടനാ ബില്ലാണ്, ഭേദഗതി ബില്ലാണ് ഈ 102-ാം ഭേദഗതിക്ക് കാരണമാകുന്നത്. അപ്പം 123-ാം ഭരണഘടനാ ഭേദഗതി അംഗീകരിക്കപ്പെടുന്നത് ഓഗസ്റ്റ് 11, 2018-നാണ്. 102-ാം ഭരണഘടനാ ഭേദഗതി മൂലം ചില ആർട്ടിക്കിളുകളിൽ മാറ്റം വന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 338A. ആർട്ടിക്കിൾ 338A എന്ന് പറയുന്നത് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സും, പിന്നീടുള്ള ആർട്ടിക്കിൾ 338B, അത് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സുമാണ്. അപ്പോൾ ഈ രണ്ട് ആർട്ടിക്കിളുകൾ അത് പ്രത്യേകം ഓർത്ത് വെച്ചിരിക്കുക. 338Aയും 338Bയും ഇത് രണ്ടുമാണ് 102-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം തിരുത്തലുകൾ വന്ന ആർട്ടിക്കിളുകൾ. ഓക്കെ, മാറ്റം വന്ന ആർട്ടിക്കിളുകളാണ്. അടുത്ത 103-ാം ഭരണഘടനാ ഭേദഗതി, ഇത് 2019-ആണ്. ഇതൊക്കെ റീസെൻ്റ് ആയതുകൊണ്ട് തന്നെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായക്കാർക്ക് 10% സാമ്പത്തിക സംവരണം അനുവദിച്ചുകൊണ്ടുള്ള ബില്ലാണ് 2019-ലെ 130-ാം ഭരണഘടനാ ഭേദഗതി ബില്ല്. അതായത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുകയാണ്, പക്ഷേ അവർ സമുദായപരമായി മുന്നോട്ട് നിൽക്കുകയാണ്. അതിലുള്ളവർക്ക് അങ്ങനെയുള്ളവർക്ക് 10% സംവരണം നൽകുന്ന ഇത് അനുവദിച്ചുകൊണ്ടുള്ള ബില്ലാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഭേദഗതിയാണ് 103-ാം ഭരണഘടനാ ഭേദഗതി 2019. അത് 124-ാം ഭരണഘടനാ ഭേദഗതി ബില്ലാണ്. അത് പാസ്സായത് 14 ജനുവരി 2019-ലാണ്. 103-ാം ഭരണഘടനാ ഭേദഗതി മൂലം ചില ആർട്ടിക്കിളുകളിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് ആർട്ടിക്കിൾ 15-ഉം ആർട്ടിക്കിൾ 16-ഉമാണ്. ആർട്ടിക്കിൾ 16-മാണ്. അപ്പോൾ ആർട്ടിക്കിൾ 15 പറയുന്നത് പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. അതായത് നമ്മൾ ഡിസ്ക്രിമിനേഷനെ ബേസ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15. ആർട്ടിക്കിൾ 16 ഈക്വൽ ഓപ്പർച്യൂണിറ്റി, പബ്ലിക് എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യത്തിലുള്ള ഈക്വൽ ഓപ്പർച്യൂണിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ആർട്ടിക്കിൾ 16. അപ്പോൾ ആർട്ടിക്കിൾ 15-ഉം 16-ഉമാണ് 103-ാം ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായിട്ട് തിരുത്തലുകൾ വന്ന ആർട്ടിക്കിളുകൾ. അടുത്തത് 104-ാം ഭരണഘടനാ ഭേദഗതിയാണ്. 104-ാം ഭരണഘടനാ ഭേദഗതിയുടെ ബില്ലിൻ്റെ നമ്പർ 126-ാം ഭരണഘടനാ ഭേദഗതി ബില്ലാണ്. ഇത് നമ്മുടെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെ റിസർവേഷൻ ലോക്സഭയിലും നിയമസഭയിലും 10 വർഷം കൂടി ദീർഘിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ബില്ലാണ് ഈ 104-ാം ഭരണഘടനാ ഭേദഗതി ബില്ല്. ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബിനുള്ള സംവരണം 2030 വരെ ദീർഘിപ്പിച്ചുകൊണ്ടുള്ളതാണ് ഈ ബില്ലിപ്പോൾ വന്നിരിക്കുന്നത്. ഇതും 2019-ലാണ് ഈ ബില്ല് വരുന്നത്. ഇതിനോടൊപ്പം തന്നെ ആംഗ്ലോ ഇന്ത്യൻ്റെ റിസർവേഷൻ 2020 ജനുവരി 25, അതായത് ഭരണഘടന ആംഗ്ലോ ഇന്ത്യന് കൊടുത്തിരുന്ന റിസർവേഷൻ എല്ലാം 2020 ജനുവരി 25 അവസാനിപ്പിച്ചു. ഈ 104-ാമത് ഭരണഘടനാ ഭേദഗതി 2019-ൻ്റെ കീഴിൽ മാറ്റം വരുത്തിയ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 334 കേട്ടോ. ആർട്ടിക്കിൾ 334. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ആർട്ടിക്കിൾ 330 ഒന്ന് ഓർത്തിരിക്കാം. അത് ആംഗ്ലോ ഇന്ത്യൻ്റെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലുള്ള റെപ്രസെൻറ്റേഷനെ പറ്റി പറയുന്നതാണ് ആർട്ടിക്കിൾ 333. കൂടാതെ ഈ ഇടയ്ക്ക് നടന്ന, അതും സിലബസിൽ മെൻഷൻ ചെയ്യാത്ത ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്, ഭരണഘടനാ ഭേദഗതിയാണ് 106-ാമത്തത്. അത് 334A എന്നുള്ള ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്തത് 2023-ലാണ് ആ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് നടന്നത്. നിങ്ങൾ അതിനെപ്പറ്റി കൂടുതലൊന്ന് വായിച്ചിരിക്കുക. 106-ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ചിലപ്പം റീസെൻ്റായിട്ട് നടന്നതുകൊണ്ട് തന്നെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും പോർഷനാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതികൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ പറയാനുള്ളത്. ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യനൊക്കെ നമുക്ക് കാണും. അപ്പം ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരുപാട് നോക്കി വെക്കണം. കൂടാതെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇതിൻ്റെ PDF നോട്ട്സ് ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പം നിങ്ങൾ അത് അവിടെ നിന്ന് ആക്സസ് ചെയ്യുക വേണമെങ്കിൽ. ഇത് ജസ്റ്റ് ഞാൻ ടീച്ചിങ്ങിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്ത നോട്ട്സാണ്. അപ്പം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് എന്നുള്ള പാർട്ട് ഇത് ഡിഗ്രി മെയിൻസിന് എല്ലാവർക്കും ഉപയോഗപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു.
ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കാണുക, കൂടുതൽ ആളുകൾക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.